2024 നീറ്റ് എൻട്രൻസ് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ മികവാർന്ന വിജയം കരസ്ഥമാക്കിയ ഒരു കൊച്ചുമിടുക്കിയാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. അങ്ങനെ ഒരു മികവാർന്ന വിജയം കരസ്ഥമാക്കുക മാത്രമല്ല ചെയ്തത്, കുടുംബത്തോടൊപ്പം ഇപ്പൊ നമ്മുടെ ഈ അഭിമാന നിമിഷത്തിൽ നമ്മളോട് കൂടെ പങ്കുചേരാൻ വന്നിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ കൊച്ചുമിടുക്കി നീറ്റ് 2024 ഇത്രയും വലിയൊരു ഉജ്ജ്വല വിജയം കരസ്ഥമാക്കാൻ ചെയ്ത കാര്യങ്ങൾ എന്ത് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് മോളുടെ പേരൊന്ന് ചോദിച്ചു നോക്കാം. എന്താ മോളുടെ പേര്? ഫാത്തിമ റിസ. ഓക്കെ, അപ്പം ഇത്തവണത്തെ നീറ്റിന്റെ റിസൾട്ട് വന്നപ്പം മോൾക്ക് എത്ര റാങ്ക് ഉണ്ടായിരുന്നു? എത്രയായിരുന്നു മോളുടെ സ്കോർ? നീറ്റ് സ്കോർ 678 ആണ്. എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 8137 ആണ് കിട്ടിയത്. അപ്പം മോള് ഈ ഒരു വർഷക്കാലം എങ്ങനെയായിരുന്നു നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? എന്തൊക്കെയായിരുന്നു മോഡ് ഓഫ് പ്രിപ്പറേഷൻസ്? ഞാൻ ആക്ച്വലി +1 +2 കൂടെയാ പഠിച്ചേ. ഇപ്പോൾ ഫ്രഷർ ആയിട്ടാണ് എഴുതിയത്. അപ്പോൾ എനിക്ക് വീക്കെൻഡ്സിൽ മാത്രമാണ് ക്ലാസ് ഉള്ളത്, ബാക്കി എല്ലാ ദിവസവും ഓൺലൈനാണ്. അപ്പോൾ ഞാൻ വടകരയിൽ നിന്ന് കോഴിക്കോടേക്ക് എല്ലാ വീക്കെൻഡും ട്രാവൽ ചെയ്ത് വരാ ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സും ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ശനി ഞായറും ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് ഞാൻ പഠിച്ചിരുന്നത്. ബ്രില്യൻറ്റിലെ മെറ്റീരിയൽസ് തന്നെയാണ് കൂടുതലും യൂസ് ചെയ്ത്. ഒരുപാട് പുറത്തുനിന്ന് റെഫർ ചെയ്തിട്ടൊന്നുമില്ല. NCERT നമ്മൾ സിലബസ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു. അതേപോലെ സാർമാർ പറയുന്ന ബ്രില്യൻറ്റിലെ മെറ്റീരിയൽസ് കാര്യങ്ങൾ അങ്ങനെ തന്നെ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചു. ഇപ്പം +1 +2 ഇതിന്റെ ഒപ്പം തന്നെ കൊണ്ടുപോവുക ചെയ്തല്ലേ? അപ്പൊ സ്കൂളിലെ പഠിത്തവും ഈ നീറ്റിന് വേണ്ടിയിട്ടുള്ള പഠിത്തവും എങ്ങനെയായിരുന്നു? രണ്ടും കൂടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? കുറച്ച് ക്ലാഷ് ഒക്കെ ഉണ്ടായി. നമുക്ക് ഈ സ്കൂളിൽ ഈ പറഞ്ഞ പോലെ കലോത്സവം കാര്യങ്ങൾ, പരിപാടി, സ്പോർട്സ്, ട്രിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ സ്കൂളിൽ ഇപ്പം നമുക്ക് +2 ആകുമ്പോൾ പ്രാക്ടിക്കൽസ്, റെക്കോർഡ് അങ്ങനെയൊക്കെ വരുമല്ലോ. ആ സമയത്തൊക്കെ കുറച്ചൊരു കൺജക്ഷൻ തോന്നാറുണ്ട്. പക്ഷേ ടീച്ചേഴ്സിനോടൊക്കെ പറയുമ്പോൾ അവർ ഓക്കെ എന്ന്, നീ കുറച്ച് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറയും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ട് പോയി. കുറച്ച് കഷ്ടപ്പാടാണ് രണ്ടും കൂടെ കൊണ്ടുപോകാൻ. പക്ഷെ കുഴപ്പമില്ല, നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല, ഒരു വർഷം കളയാതെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത്. പിന്നെ വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ്. അതേപോലെ ബ്രില്യൻ്റ് എന്നാണെങ്കിലും എപ്പോഴും എൻ്റെ മെൻറ്റർ സതീഷ് സാർ, ഞാൻ കോഴിക്കോട് സെൻറ്ററിലാണ് പഠിച്ചത്, സാറൊക്കെ എപ്പോഴും പറയായിരുന്നു ഇങ്ങനെ. അതേപോലെ അവിടുത്തെ കോർഡിനേറ്റർ ആണെങ്കിലും ഇപ്രാവശ്യം തന്നെ കയറി പോണേ, ഒരു പ്രാവശ്യം ഒഴുകാലും കൂടെ പഠിക്കാൻ നിൽക്കരുത് കേട്ടോ എന്നിങ്ങനെ പറയുമായിരുന്നു. അപ്പം വീട്ടുകാരുടേതും എല്ലാവരും ഒരു സപ്പോർട്ടോട് കൂടെ അങ്ങനെ അങ്ങ് പഠിച്ചു പോയി. പിന്നെ പറച്ചവന്റെ അനുഗ്രഹം. അപ്പൊ ഇപ്രാവശ്യം തന്നെ കേറി പോണേ എന്നുള്ള സതീഷ് സാറിന്റെ വാക്ക് കറക്റ്റ് ആയിട്ട് പാലിച്ചതേ. സതീഷ് സാറിന് കാണാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ വന്ന് നിൽക്കുക. അപ്പൊ സതീഷ് സാർ വിളിച്ചായിരുന്നോ റിസൾട്ട് വന്ന സമയത്ത്? ഓ, വിളിച്ചായിരുന്നു. എന്ത് പറഞ്ഞു? സാറിന് ഭയങ്കര സന്തോഷമായിരുന്നു. സാറ് പിന്നെ വന്ന സമയത്ത് പിന്നെ അപ്പോഴേക്കും പിന്നെ കുറെ ഇങ്ങനെ സ്കാം അത് പറഞ്ഞപ്പോൾ സാറ് ഭയങ്കര സമാധാനിപ്പിക്കില്ല. നീ ടെൻഷൻ അടിക്കരുത്, അതിനെപ്പറ്റി ഒന്നും ആലോചിക്കുകയും ചെയ്യേണ്ടത്, നിനക്ക് എന്തായാലും ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നീ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതിയതല്ലേ എന്നൊക്കെ പറഞ്ഞു സാർ ഇങ്ങനെ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എക്സാം കഴിഞ്ഞ് ഇറങ്ങിയ പാടെ സാറ് വിളിക്കണേന്ന് പറഞ്ഞിട്ടാണ് എക്സാമിന് കയറ്റി വിട്ടത്. വന്നിറങ്ങിയ പാടെ വിളിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു, ഓക്കെ അല്ലേ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. സാറ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ ഈ സ്കൂളിലെ ക്ലാസ് എക്സാംസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എൻട്രൻസ് പുറകോട്ട് പോകും അല്ലെ? എന്തെങ്കിലുമൊക്കെ പോർഷൻസ് മിസ്സാവും. അപ്പൊ അതൊന്ന് കോപ്പപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി എങ്ങനെയാ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തത്? ഞാൻ മെയിൻലി നമുക്ക് ഈ സ്കൂളിലെ എക്സാംസ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ പബ്ലിക് എക്സാം ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ +1 പബ്ലിക് എക്സാം ഒക്കെ ആണെങ്കിൽ ഒരു മാസത്തിൻ്റെ അടുത്തൊക്കെ നമുക്ക് മിസ്സാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഹാഫ് ഇയറിലേക്ക് ആണെങ്കിൽ ആഴ്ച അങ്ങനെയൊക്കെ മിസ്സാവുമല്ലോ. ആ സമയത്ത് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ, ഓണം വെക്കേഷൻ വരുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് കാലിക്കറ്റ് ക്ലാസ് ഉണ്ടാവും. അപ്പോഴാണത് ഒന്ന് കൂടെ കോപ്പപ്പ് ചെയ്ത് മിസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ എഴുതി വെച്ച് അങ്ങനെ ഒരുമിച്ച് പഠിച്ച് പോവുക ചെയ്യാം, സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ വടകരയിൽ നിന്ന് ഫാത്തിമയുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ ഫാത്തിമ ഒറ്റയ്ക്കല്ല വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങക്ക് കാണാം, ഫാത്തിമയുടെ അമ്മയുണ്ട്, ഫാത്തിമയുടെ ഗ്രാൻഡ് മദറും ഉണ്ട്. അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങളും ഒന്ന് പരിചയപ്പെടാം. എന്തൊക്കെയാണ് ഈ ഒരു മൊമെന്റില് ഇവർക്ക് ഫീൽ ചെയ്യുന്നതെന്ന് അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? വളരെ പ്രൗഡാണ്. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും അതിലും വലിയൊരു സന്തോഷമില്ലല്ലോ. തീർച്ചയായും പിന്നെ അവള് സ്കൂളിലൊക്കെ ഞങ്ങൾ അടുത്ത് തന്നെയാണ് പഠിച്ചത്. വീടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ പഠിച്ചുകൊണ്ട് തന്നെ ഈ വീക്ക്ലി ഉള്ള ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ വർഷം കയറാൻ പറ്റിയതിൽ അൽഹംദുലില്ലാഹ് പഠിച്ചവനോട് നന്ദി പറയാണ്. നല്ലൊരു മെഡിക്കൽ കോളേജിൽ കയറി അവിടെ നല്ല രീതിയിലൊരു മെഡിക്കൽ പ്രൊഫഷൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ മോളിങ്ങനെ ഡോക്ടർ ആവണോന്നൊക്കെ സ്വപ്നം പറഞ്ഞപ്പോഴത്തേക്കും അത് നേടിയെടുക്കൂന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നോ? അവളെ ശരിക്കും പറഞ്ഞാൽ അവളെ ഉപ്പ ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഡോക്ടറാണോ? അല്ല, ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ഉപ്പാക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഉപ്പാൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ്. അവൾ ഒരാളേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇവൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മെഡിക്കൽ ഫീൽഡ് തന്നെ ആയിരിക്കണം എന്നുള്ളത് ഉപ്പാൻ്റെ ഒരു നിർബന്ധമായിരുന്നു. പിന്നെ അവൾക്ക്
ബയോളജിനോട് സബ്ജക്റ്റിനോടുള്ള ഒരു താല്പര്യവും കൂടെ ആയിരുന്നു ഇതിലേക്ക് തിരിയാനുള്ളൊരു കാരണം. പിന്നെ അവള് ചെറുപ്പം മുതലേ നന്നായി പഠിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. എല്ലാ ക്ലാസ്സിലൊക്കെ എപ്പോൾ ഫസ്റ്റായി വന്ന് ടോപ്പറായിട്ട് തന്നെ വന്നുകൊണ്ടിരുന്ന ആളായിരുന്നു. ഇപ്പൊ എല്ലായിടത്തും കുടുംബത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ ഒരു വിദ്യാർത്ഥിയല്ലേ? തീർച്ചയായും. അപ്പൊ ഇപ്പോഴും ഏറ്റവും വലിയ പ്രസ്റ്റീജിയസ് ഇവന്റ് ആണ് ബ്രില്യന്റിന്റെ. അപ്പൊ ആ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുവാണ്. അപ്പൊ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. പടച്ചവനോട് ഞാൻ പറഞ്ഞില്ലേ, പടച്ചവനോട് ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ നമ്മൾ വീട്ടിലാണെങ്കിലും ഉമ്മ, എൻ്റെ ഉപ്പ ഉണ്ട്, പുറത്താണ്, അബ്രോഡാണ്. ഉപ്പയും ഒക്കെ ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡാ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എല്ലാവരുടെയും ഒരു മൊത്തത്തിലൊരു സപ്പോർട്ട്. ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡും വീട്ടിലെ ഫസ്റ്റ് ഡോക്ടറും ആണോ? അല്ല, എൻ്റെ സിസ്റ്റർ ഹോമിയോ ഡോക്ടറാണ്, ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ വീട്ടില് സെക്കൻഡാ, രണ്ടാമത്തെ ആളാണ്. പിന്നെ MBBS ഫസ്റ്റാണ് ഇൻഷാല്ലാ. പിന്നെ കിട്ടട്ടെ, നല്ലൊരു കോളേജ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു സ്കോർ വെച്ച്. സന്തോഷം. എന്തായാലും ബ്രില്യൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും വളരെ വലിയൊരു സപ്പോർട്ടാണ്. കാരണം ഇത്രയും 3-4 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്ന കുട്ടികളെ കൂടെയാണ് നമ്മൾ മത്സരിക്കുന്നത്. എന്നിട്ട് പോലും അവർ ആദ്യം മുതലേ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും എന്നുള്ളത് തന്നെ എപ്പോഴും ടീച്ചേഴ്സ്, സതീഷ് സാർ ആണെങ്കിലും ജോർജ് സാർ ആണെങ്കിലും എപ്പോഴും പറയാറുണ്ട്. ഞങ്ങളിങ്ങനെ ഞായറാഴ്ച വന്നു പോവുക, ഇടക്കിടക്ക് വരുമ്പോൾ ഭയങ്കര സപ്പോർട്ടീവാ. ഡയറക്ടർ സാർ വരുമ്പോൾ നമുക്കൊരു റീചാർജ് ആയ പോലെ തോന്നും. ഭയങ്കര എനർജിയാ ജോർജ് സാർ വരുമ്പോൾ. മോള് ടയേർഡായി പോവും, രാത്രി പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അവളെ കൊണ്ട് പറ്റും എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ, എന്തായാലും പറ്റും. നമുക്കും ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ലാസ്റ്റൊക്കെ ആയപ്പോൾ ഒക്കെ റാങ്ക് കുറയുമ്പോഴൊക്കെ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. എന്തായാലും താങ്ക്സ്, ബ്രില്യൻ ടീമിനോട് തന്നെയാണ് താങ്ക്സ് പറയാനുള്ളത്. അതെ, കൊച്ചുമോള് ഡോക്ടർ ആവാൻ പോവുക. അപ്പൊ ഈ ഒരു സമയത്ത് ഗ്രാൻഡ് മദറിന് എന്നാ പറയാനുള്ളത്? അവളുടെ ഉപ്പാക്ക് ഭയങ്കര പുതിയ MBBS ഒരു കുട്ടി വേണം. ഉപ്പാന്റെ ഭയങ്കര ആഗ്രഹമാണ്, ഗ്രാൻഡ് ഫാദറിന്റെ ഭയങ്കര ആഗ്രഹമാണ്. മോള് ഹോമിയോ കഴിഞ്ഞതോടെ ഇതെല്ലാം കഴിഞ്ഞതാണ്. അന്ന് ആ സമയത്ത് ഈ ഡോക്ടറാണെന്ന് മനസ്സിൽ ഉപ്പാക്ക് ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഉപ്പാക്ക് ആവാൻ ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അത് മോളെ ഹോമിയോ ഡോക്ടറായി, അത് കഴിഞ്ഞ് MBBS ആരെങ്കിലും ഒരാളാവണം. അപ്പൊ മോള് അതേ ഉപ്പാക്ക് ഭയങ്കര ആഗ്രഹമാണ്. ദൈവത്തിനോട് ചെയ്യും, പ്രാർത്ഥിക്കല്ല, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളല്ലേ അവളൊരുപാട് നന്നായി പരിശ്രമിച്ചിട്ടുണ്ട് എന്തായാലും. കാരണം ഉമ്മാമാന്റെ വീട്ടിലാ, ഇവള് ടീച്ചറായിട്ട് പോകുന്നുണ്ട്. സ്കൂളിൽ പോകുമ്പോ ഞാൻ അവിടെ നിൽക്കുക കൂടുതൽ. 2 വീട്ടിലായിട്ടാ പഠിക്കുക, എപ്പോഴും അടുത്തന്നെ. അപ്പൊ ഒരു കുടുംബത്തിന്റെ മൊത്തം സ്വപ്നമാണ് കേട്ടോ. അത് ഫാദറിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഗ്രാൻഡ് ഫാദറിന്റെ സ്വപ്നം തൊട്ട് സാക്ഷാത്കരിച്ച് നിൽക്കുകയാണ് ദാ ഇവിടെ ഒരാള്. അപ്പം ഭാവിയില് എല്ലാവരുടെയും സ്വപ്നം പൂർത്തീകരിച്ചുകൊണ്ട് നല്ലൊരു MBBS ഡോക്ടറായിട്ട് മാറട്ടെ. ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ. ഇഷ്ടപ്പെട്ട സ്പെഷ്യലൈസേഷൻ തന്നെ PGക്ക് എടുത്ത് നല്ലൊരു ഡോക്ടറായിട്ട് മാറട്ടെ. ഇനി അങ്ങോട്ടുള്ള എല്ലാ ലൈഫിലും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് വരട്ടെ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.